കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഓഹോ. കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ, നായർ പെണ്ണാണ് കേട്ടോ, അവർക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ല എന്നും ഇനി എൻ്റെ ഭർത്താവ് എന്തെങ്കിലും അവിഹിതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് സഹിച്ചു എന്നുമാണ്. നല്ല വാക്ക്. നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ വേണം. സുഹൃത്തുക്കളെ, നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് തരാം. ജീസസ് ഈസ് അലൈവ് എന്ന ചാനലിൽ വന്ന വീഡിയോ ആണ്. ഏത് ആരോപണങ്ങളെയും ഏത് ആക്രമണത്തെയും നേരിടാൻ ദൈവമെന്ന ശക്തി കഴിയും. നമ്മുടെ ഒപ്പമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെയും എൻ്റെയും ശരീരത്തിൽ സ്പർശിച്ചിരിക്കുന്ന ദൈവം നമ്മുടെ രക്ഷകനാണ്. ആ യേശു നമ്മളെ രക്ഷിക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ ഭാഷനെ വിളിച്ചവൻ പറഞ്ഞു, ഭാഷ പ്രസംഗം നന്നായി, ഒരു പ്രസംഗം. ഞാൻ അതിൻ്റെ ഭാഷ പ്രസംഗമൊന്നുമില്ല, എൻ്റെ ജീവിതം തുറന്നു വയ്ക്കാം. ഗണേഷ് കുമാറിനെ ഒളിക്കാനൊന്നുള്ള ആളല്ല, എല്ലാം തുറന്നു വയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ ശത്രുക്കൾക്ക് സന്തോഷമാണ്. അതെടുത്ത് സമ്മാനമാണല്ലോ. എനിക്ക് വിഷമമില്ല, എനിക്ക് ശത്രുതയില്ല ആരോടും. ജീവിതത്തിൽ ആരോടും ശത്രുതയില്ല, എല്ലാവരോടും സ്നേഹമുള്ളൂ. ഇന്ന് വരെ ഞാൻ ശത്രുത കാണിച്ചു എന്ന് ഒരാളും പറയില്ല. നിങ്ങൾക്ക് അന്വേഷിക്കുക എവിടെ വേണമെങ്കിലും. ഞാൻ പക വീട്ടി എന്നൊരാളും ലോകത്ത് പറയില്ല. അതിനൊന്നുള്ള അർഹതയുള്ളവരല്ല നമ്മൾ. മറ്റുള്ളവരോട് പക വീട്ടാനും പ്രതികാരം ചെയ്യാനെന്നുള്ള അവകാശവും അവസ്ഥയും നമ്മൾക്കില്ല. അതെല്ലാം ദൈവത്തിങ്കൽ സമർപ്പിച്ച്. അതിനകത്ത് കിടക്കുന്നത് ജീവിതം മാറ്റിമറിച്ചത് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നാണ്. ഇതിൻ്റെ കൂടെ വന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഒന്ന്, NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എനിക്ക് അച്ഛനെ പോലെയാണ്, അച്ഛൻ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ വിളിക്കുമെന്നാണ്. അടുത്ത് വന്ന പ്രസ്താവന, പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് ഞാനാണെങ്കിലും ആ കസേര അവിടെ ഇട്ടേക്കാണ്, അതിനകത്ത് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് നമ്മുടെ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണെന്നും ഞാൻ വെറുതെ ആൾപ്പേരാണെന്നും പറഞ്ഞ് വേറൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വന്നു. രണ്ടാമത്തത്, ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് വേറൊരു പത്രപ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ബിന്ദു മേനോൻ പറഞ്ഞത്, ക്രിസ്തുവിലുള്ള വിശ്വാസം കാരണം ഇതെല്ലാം ക്ഷമിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. ഇനി ഇടത്തെ ചെവിയിൽ അടച്ച് അവൻ്റെ ഉടുപ്പ് ചോദിക്കുന്നവന് കുപ്പായം കൂടെ കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഇദ്ദേഹം കൊണ്ടുപോയി ഇനി പെണ്ണുങ്ങൾ അവന് സപ്ലൈ ചെയ്യുമെന്ന് അറിയത്തില്ല. കാര്യം ഭർത്താവിന് അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഹിന്ദു തത്വശാസ്ത്രം പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ. അങ്ങനെ ഒരു കഥയുണ്ട്. എന്തായാലും അതൊക്കെ പോട്ട്. ഇതിൻ്റെ കൂടെ ക്രിസ്തീയ വിശ്വാസമൊന്നും കണ്ടു, നല്ലതാണ്. ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തുവിനെ പിന്തുടരുന്നതൊക്കെ നല്ലതാണ്. ഞാനും വളരെ ബഹുമാനിക്കുന്ന, ഒരു ഗുരുദേവനെ പോലെ ബഹുമാനിക്കുന്ന ആളാണ് യേശു ക്രിസ്തു. പക്ഷേ പെന്തക്കോസ്തുകാർ യേശുവിനെ അംഗീകരിക്കുന്നില്ല. യേശുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുള്ളൂ. യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണ്. അതാണ് പെന്തക്കോസ്തു വിഭാഗവും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ക്രിസ്ത്യാനികൾ ഏറ്റുപറയുകയും ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനികളായത്. പക്ഷേ പെന്തക്കോസ്തുകാർ ക്രിസ്തുവിനെ പറ്റി പറയില്ല, അവർ ദൈവത്തിനെ പറ്റി മാത്രമേ പറയുള്ളൂ. ഈ ദൈവം ആരാണ്? യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവം ആരുടെയാണ്? ജൂതന്മാരുടെ കൂടെ ദൈവമാണ്. അപ്പോൾ യഹോവയായ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തെ മാത്രം അംഗീകരിക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ. ഇദ്ദേഹം എന്തായാലും പെന്തക്കോസ്ത് വിശ്വാസിയാണെന്ന് പറയുകയും പിന്നീട് ഇതിൻ്റെ ഹെഡിങ് കൊടുത്തേക്കുന്നത് ജീവിതം മാറ്റിമറിച്ചത് ക്രിസ്തുവിലുള്ള വിശ്വാസം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടുത്ത ദിവസം ഇറങ്ങിയ ഒരു ഗവൺമെൻറ് ഓർഡറും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. പെന്തക്കോസ്ത് സഭയെ ഒരു ക്രൈസ്തവ സഭയായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം വന്നത് ഈ പെണ്ണുമ്പിള്ള വാക്കുമാറിയതിൻ്റെ അടുത്ത ദിവസമാണെന്നുള്ളത് ചിലപ്പോൾ ഒരു യാദൃച്ഛികതയായിരിക്കാം. ചിലരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് അവർ ഗണേഷ് കുമാറിന് മാപ്പ് കൊടുത്തതെന്ന്. അത് നമുക്കറിയാൻ പറ്റത്തില്ല. കാര്യം അത് അവരുടെ കുടുംബജീവിതത്തിൽ അവർ തമ്മിൽ പരസ്പരം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒരു പെന്തക്കോസ്ത് വിശ്വാസികളെ ഗണേഷ് കുമാർ അത് ചന്ദനക്കുറിയൊക്കെ ഇട്ടുകൊണ്ടാ, പിന്നെ നല്ല സിന്ദൂരക്കുറിയൊക്കെ ഇട്ടിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാം. 10,000 പ്രണയങ്ങളുള്ള ആളാണ്. നല്ലത്. ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ ഗണപതിയുടെ ആളാണല്ലോ, അതുകൊണ്ട് നല്ലതാണ്. 10,000 പ്രണയമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. മാത്രമല്ല ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവൺമെൻറ്റിനെയും CPM-നെയും രാഷ്ട്രീയമായിട്ട് നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഗണേഷിന് മാപ്പ് കൊടുക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ അടുത്ത ദിവസം ഇവിടെ എനിക്കൊരു ഓർമ്മ വരുന്നത്, മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രി ഒരു അപകടത്തിൽപ്പെട്ടു. കാർ അപകടത്തിൽ, രാത്രിയാണ്.